അനേക വ്യാധിക്കാരെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ വായിച്ചതെങ്ങനെയാണ്? അനേക നാളുകളായി സൂര്യനെ നക്ഷത്രങ്ങളെ കാണാതെ കൊണ്ട് നശിച്ചു പോകുമെന്ന് ഒരു കൂട്ടർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ അടുക്കിലേക്ക് സൂര്യൻ അസ്തമിച്ചാലും എന്തൊക്കെ പ്രശ്നം വന്നാലും യേശുവിന്റെ അടുക്കിലേക്ക് നീ മടങ്ങി വരുമ്പോ, യേശുവിന്റെ പാദാന്ത്യത്തേക്ക് നീ അടുത്തു വരുമ്പോ, ഇന്ന് രാത്രികാലം നിന്റെ കുടുംബത്തിന്റെ പേരെത്ര വലുതാണെങ്കിലും, നീ എത്ര ശ്രേഷ്ഠമേറിയ കുടുംബത്തിൽ പെട്ടവരാണെങ്കിലും, യേശുവിന്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദേശമേ, യേശു നിന്നെ വിടുവിക്കുവാനിടയായി. എന്റെ മാതാവ് ഇന്നും ആരോഗ്യത്തോടെയിരിക്കുന്നു. ഒരു കാല് നഷ്ടപ്പെട്ടു എങ്കിലും യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട് എന്റെ മാതാവ് രക്ഷപ്പെടുവാനിടയായി. എന്റെ മാതാവ് രക്ഷപ്പെട്ടത് മാത്രമല്ല, എന്നെ നോക്കി എന്റെ നാട്ടിലുള്ളവരൊക്കെ പറഞ്ഞു, അയ്യോ ഇവൻ തെണ്ടിയാണെന്ന് എന്നെ കളിയാക്കി. എന്നെ നോക്കി പറഞ്ഞു, ഇവൻ നശിച്ചു പോകത്തേ ഉള്ളൂ. എന്റെ പെങ്ങളെ നോക്കി പറഞ്ഞു, ഇവൾ പിഴച്ചു പോകത്തേ ഉള്ളൂ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ഞങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട്, യേശുവിന്റെ കൽപ്പന അനുസരിച്ചത് കൊണ്ട്, എന്റെ സഹോദരി ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിന്റെ ദാസിയായി നെടുമ്പാശ്ശേരിയിൽ യേശു കർത്താവിന്റെ വേല ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, എനിക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം തന്നു. നശിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്റെ അമ്മയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, ഈ അസുഖത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ പല പ്രാവശ്യം പഠിക്കുവാൻ പോയി, എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് ഭക്ഷിക്കുവാൻ ഭക്ഷണമില്ല. ഞാൻ ചെറുപ്രായത്തിൽ ഞാൻ കൂന്തയെടുത്ത് കിളയ്ക്കുവാൻ പറമ്പിലിറങ്ങി. ഞാൻ ചെയ്യാത്ത പണികളൊന്നുമില്ല, ഞാൻ എല്ലാ പണികളും ചെയ്തു. എന്നാൽ യേശു കർത്താവിനെ ഞാൻ അറിഞ്ഞപ്പോ, ഈ തിരുവചനം ഞാൻ എടുത്തപ്പോ, ഈ തിരുവചനം വായിക്കുവാനിടയായി തീർന്നു. സദൃശവാക്യം 4-ാം അധ്യായം 8-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ഇതിനെ ഉയർത്തിയാൽ എത്ര വചനം അറിയാം? ഈ തിരുവചനത്തെ ഉയർത്തിയാൽ ഇത് നിന്നെ ഉയർത്തും. ഇന്ന് രാത്രികാലം ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ തിരുവചനം നീ എടുത്താൽ ദേശത്ത് നീ ലജ്ജിക്കപ്പെടത്തില്ല, നിന്റെ കുടുംബത്തിൽ നീ ലജ്ജിക്കപ്പെടത്തില്ല. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോ എനിക്ക് ലോകപരമായ വിദ്യാഭ്യാസമില്ലായിരിക്കാം, എന്നാൽ 46 രാജ്യക്കാരുടെ മുന്നിൽ ഒരു സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. എനിക്ക് 2-3 ഭാഷകൾ അനായാസം സംസാരിക്കുവാനും വായിക്കുവാനും അറിയാം. കാരണം യേശു എനിക്ക് ജ്ഞാനം തന്നു. അല്പബുദ്ധികളെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്ന ദൈവം ഇന്ന് രാത്രികാലം നിന്റെ തലമുറകളെ ഓർത്ത് നീ ഭാരപ്പെടുന്നുവെങ്കിൽ ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്നതാ. ഇന്ന് രാത്രികാലവും ഈ പകൽക്കാലവും ഒക്കെ ഞങ്ങൾ ഈ സമയം ചെലവഴിച്ച് ഇത് പറയുന്നതിന്റെ കാരണം, ദേശമേ, നിന്റെ തലമുറകൾ നാശത്തിലേക്കാണ് പോകുന്നതെങ്കിൽ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. അവന് യാതൊന്നും മുടക്കു ചെലവില്ലാതെ, ഒരു കാശ് പോലും മുടക്കാതെ ഇന്ന് രാത്രികാലം ഈ യേശുവിനെ നിന്റെ തലമുറയ്ക്ക് കൊടുത്താൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. വല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ തലമുറകളെ നോക്കി നീറുന്ന മാതാപിതാക്കന്മാരെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കാണുമ്പോ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദേശമേ, യേശു നിന്നെ മാനിക്കുവാനിടയായി. 28 ദിവസം ഞാൻ ജോലി ചെയ്യും, 28 ദിവസം നാട്ടിൽ വരും. ഞാനിപ്പോൾ കറണ്ടിൽ ഞാൻ ജോലി ചെയ്യുന്നത് ഖത്തർ എന്ന് പറഞ്ഞ ദേശത്താണ്. 28 ദിവസം അവിടെ ജോലി ചെയ്യും, 28 ദിവസം ഇവിടെ വരും. ഷിജോപാസൂടൊക്കെ ഇങ്ങനെ കടന്നുപോയി ദൈവത്തിന്റെ വചനം പലയിടങ്ങളിൽ സംസാരിക്കും. ഞാൻ പറഞ്ഞതിന് കാര്യം, ഒരു കാലത്ത് ലോകം എന്നെ നോക്കി നിന്ദിച്ചു, ഒരു തെണ്ടി എന്ന് മുദ്രകുത്തി. എന്നാൽ യേശുവിന്റെ വചനം ഞാൻ എടുത്തു, യേശുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിച്ചു.